നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള പാലസ്തീൻ എന്ന നാടിനെ പറ്റിയാണ്. പാലസ്തീൻ ഒരു അസാധാരണമായ നാടാണ്. ദാൻ മുതൽ ബേർഷേബ വരെ അതിന് 150 മൈൽ ദൈർഘ്യവും ഏറ്റവും വീതി കൂടിയ ഭാഗത്തിന് അതിൻ്റെ പകുതി വിസ്തൃതിയുമേ ഉള്ളൂ. എന്നിരുന്നാലും മനുഷ്യരാശിയിന്മേൽ വിസ്തീർണതയ്ക്ക് അതീതമായ ഒരു സ്വാധീനം ചെലുത്തുവാൻ പാലസ്തീൻ എന്ന നാടിന് കഴിഞ്ഞിട്ടുണ്ട്. അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്കുഭാഗത്ത് ചന്ദ്രകലിക പോലുള്ള ഫലപുഷ്ടമായ പ്രദേശത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ചേർന്ന് പാലസ്തീൻ നാട് സ്ഥിതി ചെയ്യുന്നു. കൂടാതെ പുരാതന സാമ്രാജ്യങ്ങളായ മെസോപ്പൊത്താമിയ, ഏഷ്യ മൈനർ, സമീപപൂർവ്വ ദേശ സംസ്കാരത്തിൻ്റെ മടിത്തൊട്ടിലായ ഈജിപ്റ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയായിരുന്നു പാലസ്തീൻ. പലസ്തീൻ ജനത രാഷ്ട്രീയ മാഹാത്മ്യം സ്വപ്നം കണ്ടിരുന്നെങ്കിലും അത് ഒരിക്കലും ഒരു രാഷ്ട്രീയ വൻശക്തിയായി മാറിയില്ല. എന്നാൽ പ്രസ്തുത ശൃംഖലയുടെ സ്വാധീനത്തിനുള്ള രാഷ്ട്രീയ പ്രാധാന്യം ചുറ്റിലുമുള്ള വൻ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിരുന്നു. പഴയ നിയമത്തിൽ കാണുന്നത് പോലെ തങ്ങൾ കീഴടക്കിയ കനാന്യരുടെ സാംസ്കാരിക ആധ്യാത്മിക സമ്മർദ്ദം ഇസ്രായേലിയർ വളരെ കാലത്തേക്ക് അനുഭവിച്ചു പോന്നു. കൂടാതെ പേർഷ്യർ, ഗ്രീക്കുകാർ, റോമർ എന്നിവർ ഉൾപ്പെടെയുള്ള അയരാജ്യങ്ങളുടെയും ജേതാക്കളുടെയും സ്വാധീനം പാലസ്തീൻ ജനതയുടെ മേൽ ഉണ്ടായിരുന്നു. അത് അവരുടെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. എന്നിരിക്കലും തത്തുല്യമായ ഏതൊരു രാജ്യത്തിനേക്കാൾ പാലസ്തീന് ലോകത്തിന്മേൽ താരതമ്യേന വലുതും സ്ഥായിയായതുമായ സ്വാധീനമുണ്ടായിരുന്നു. അതിൻ്റെ ഭൗതിക സംസ്കാരം അത്ര തന്നെ ശ്രദ്ധേയമായിരുന്നില്ല. അതിൻ്റെ സാഹിത്യം വേദപുസ്തകങ്ങളിൽ അവശേഷിച്ചു കാണുന്നത് എണ്ണമറ്റ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തുകയും പരക്കെ വിലമതിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സാഹിത്യപരമായി അത് വളരെ മേന്മയുള്ളതുകൊണ്ട് മാത്രമല്ല, പിന്നെ അതിൻ്റെ മതപരമായ സവിശേഷതകൾ കൊണ്ടും ആ സന്ദേശം കൊണ്ടും അത്രേ അത് വിലമതിക്കപ്പെടുന്നു. ഈ സവിശേഷതയും സന്ദേശവും ഇസ്രായേലിൻ്റെ സാഹചര്യത്തിൽ നിന്നല്ല, നേരെ മറിച്ച് ദൈവത്തോടും ദൈവത്തിൻ്റെ ശക്തിയോടുള്ള അഭേദ്യമായ അനുഭവജ്ഞാനത്തിൽ നിന്നുമാണ് അത് ഉടലെടുത്തിട്ടുള്ളത്. അവരുടെ ആത്മീയ നേതാക്കൾ തങ്ങളുടെ സ്വന്തം ബുദ്ധിയുടെ നിരൂപണങ്ങളിൽ നിന്ന് ദൂത് ഘോഷിച്ചിരുന്നവരല്ല, പ്രത്യുത ദൈവവചനം മാത്രമാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങളെ അവർ സംസാരിച്ചിരുന്നുള്ളൂ. എങ്കിലും ആ ദൈവദൂത് രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായ ബന്ധത്തിലല്ലാതെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. പാലസ്തീൻ്റെ ഭൂമിശാസ്ത്രം അതിൻ്റെ ചരിത്രത്തെ സ്വാധീനപ്പെടുത്തി. പ്രവാചകന്മാർ അതാത് സമയങ്ങളിൽ പരിസ്ഥിതികൾക്ക്